ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകിയതിന് ഈശോയ്ക്കും മാതാവിനും കോടാനും കൂടി നന്ദി. എൻ്റെ പേര് ജെയിൻ ജോയ്. ഞാൻ കാലടി സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ ജിനി. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. കുറേ വർഷങ്ങളായിട്ട് എൻ്റെ അമ്മയ്ക്ക് പുറത്തു പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പഠനത്തിൻ്റെ കാരണവും എൻ്റെ കാര്യം കാരണം ആ സമയത്ത് അമ്മയ്ക്ക് പോകാൻ സാധിച്ചില്ല. പക്ഷേ 2021 എനിക്ക് നഴ്സിങ്ങിന് ബാംഗ്ലൂരിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ നവംബറിൽ ഞാൻ അവിടെ ബാംഗ്ലൂർ സെൻറ്റ് തെരേസ കോളേജിൽ ജോയിൻ ചെയ്തു നഴ്സിംഗ് പഠനത്തിനായിട്ട്. അപ്പോൾ അതിൻ്റെ പിറ്റേ മാസം ഡിസംബറിൽ തന്നെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും വിസയൊക്കെ റെഡിയായിട്ട് അവർക്ക് ഇറ്റലിയിൽ ജോലി ചെയ്യാൻ പോകാൻ സാധിച്ചു. അങ്ങനെ അപ്പനും അമ്മയും ഇറ്റലിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അപ്പൻ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അമ്മ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ അമ്മ ഉടമ്പടി എടുത്തിരുന്നു. അതിനു മുമ്പ് ഞങ്ങളിവിടെ കൃപാസനത്തിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഉടമ്പടി അമ്മ എടുത്തത് ഇറ്റലിയിൽ പോയ ശേഷമാണ്. പക്ഷെ അമ്മയ്ക്ക് പോയി വരാനുള്ള നാട്ടിൽ വന്ന് പോയി വരാനുള്ള പേപ്പർ വർക്കുകളൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് തടസ്സങ്ങൾ കാരണം അതൊന്നും ശരിയായില്ല. അങ്ങനെ എൻ്റെ 4 വർഷത്തുള്ള എൻ്റെ നഴ്സിംഗ് പഠനം പൂർത്തിയാകാറായി. ഞാൻ നാട്ടിലേക്ക് വരാറായി. അപ്പോൾ 4 വർഷമായിട്ടും എൻ്റെ അമ്മയ്ക്ക് നാട്ടിലോട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ നഴ്സിംഗ് പഠനം കഴിഞ്ഞ് ജോലിക്ക് കയറുന്നേക്കാൾ മുമ്പ് ഞാനും അപ്പനും അമ്മയും കൂടി നാട്ടിൽ കുറച്ച് മാസമെങ്കിലും 2-3 മാസമെങ്കിലും നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ പേപ്പർ വർക്കുകൾ ശരിയായില്ല. പക്ഷേ അമ്മയ്ക്ക് 2025 ഇറ്റലിയിൽ വെച്ച് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള വയറുവേദന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തലകറക്കം ഉണ്ടായിരുന്നു. അങ്ങനെ ആരോഗ്യമുള്ള പ്രശ്നങ്ങൾ കാരണം അമ്മയ്ക്ക് നാട്ടിലേക്ക് പോരേണ്ടി വന്നു. അമ്മ അങ്ങനെ 2025 ഓഗസ്റ്റിലാണ് നാട്ടിലേക്ക് വന്നത്. ഞാൻ ഈ വർഷം പഠനം പൂർത്തിയായിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ 3 പേരും വീട്ടിൽ കുറച്ച് മാസങ്ങളുണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് തിരിച്ചു പോകാനുള്ള അമ്മയുടെ വെച്ചേക്കണ പേപ്പർ അത് റിജക്റ്റ് ആയിപ്പോയി. അപ്പോൾ അമ്മയ്ക്ക് പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ എങ്ങനെ പോകുമെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. മാതാവിനോട് ഞങ്ങൾ സ്ഥിരമായി പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും കുർബാന കൊള്ളുമായിരുന്നു, കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ അമ്മയുടെ 3ാമത്തെ ഉടമ്പടി പുതുക്കണേൻ്റെ കുറച്ച് ദിവസങ്ങൾ മുന്നേ അമ്മയ്ക്ക് അവിടെ നിന്നൊരു അറിയിപ്പ് കിട്ടി. അതായത് അമ്മയുടെ പേപ്പർ വർക്കുകൾ ശരിയാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ സ്ഥിരമായി മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ പറഞ്ഞതിൻ്റെ 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ പേപ്പർ ശരിയായിട്ട് കിട്ടി. അപ്പോൾ ഇതിനു മുമ്പ് അമ്മയ്ക്ക് പേപ്പർ അമ്മേനെ പോലെ തന്നെ വേറെ പേപ്പറുകൾ ശരിയാക്കാൻ വെച്ചവരുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഇപ്പം ആകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവരുടെ ഒന്നും ആയില്ല. ഇത്രയും തടസ്സമുണ്ടായിട്ടും എൻ്റെ അമ്മയുടെ പേപ്പറുകൾ ശരിയായിട്ട് കിട്ടി. അത് മാതാവിൻ്റെ ഒറ്റ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. കാരണം ഞങ്ങൾ മാതാവിൽ അത്ര വിശ്വസിച്ചിരുന്നു, മാതാവിനോട് സ്ഥിരമായി പ്രാർത്ഥിച്ചിരുന്നു. അമ്മ സ്ഥിരമായിട്ട് കുർബാനയിൽ പോവുകയും സന്ധ്യാപ്രാർത്ഥന ചൊല്ലുകയും എല്ലാ ദിവസവും തൈലം പുരട്ടുകയൊക്കെ ചെയ്തിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അമ്മ എല്ലാ ദിവസവും ഉടമ്പടി ധ്യാനം സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്തിരുന്നു. അനുദിന പ്രാർത്ഥന സ്റ്റാറ്റസ് ഇടുകയും അനുദിന പ്രാർത്ഥനയിൽ കൂടുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ അമ്മ കാരുണ്യ പ്രവർത്തികളായിട്ട് റോഡ് സൈഡിൽ ഇരിക്കുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഞങ്ങളെ കൊണ്ട് പൈസ സഹായം ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ മറ്റുള്ളവർക്ക്, പാവപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പത്രം എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അങ്ങനെ അമ്മ ഈ മാസം ജൂലൈ 6 അമ്മയ്ക്ക് പോർച്ചുഗലിൻ്റെ കാർഡ് കൈ കിട്ടി. അമ്മ പുറത്തേക്ക് പോകാണ്. പക്ഷെ അമ്മയുടെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് വേറൊരു വിഷമം കൂടി ഉണ്ടായത്, അമ്മ പുറത്തേക്ക് പോണേക്കാളും മുമ്പ് എൻ്റെ ജോലി ശരിയായിട്ട് കിട്ടണമെന്നായിരുന്നു. അപ്പോൾ ഈ വർഷം ഞാൻ പഠിച്ചിറങ്ങിയെങ്കിലും എനിക്ക് 2-3 ഹോസ്പിറ്റലിൽ കിട്ടി. പക്ഷെ ഞാൻ പോയില്ല. പിന്നീട് ഞാൻ ബാംഗ്ലൂരിലെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോകാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ രാജഗിരിയിൽ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാജഗിരിയിൽ കൊടുത്തിരുന്നെങ്കിലും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാനും എൻ്റെ വേറെ കൂട്ടുകാരും കൂടി സെൻറ്റ് ജോൺസിൽ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. പക്ഷേ എനിക്ക് മാത്രം അവരുടെ തന്നെ വേറെ ബ്രാഞ്ചിലാണ് കിട്ടിയത്. അപ്പോൾ അവിടെ പോകണില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും പോയി അവിടെ ഇൻ്റർവ്യൂ ആ മാസം അവസാനം ഒന്നുകൂടി ഇൻ്റർവ്യൂ ലാസ്റ്റായിട്ട് നടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും പോയി ഇൻ്റർവ്യൂ കൂടി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അപ്പോൾ അപ്പോഴും എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി. അപ്പോൾ ഞാനത് പോയത് ഏപ്രിൽ 27-ാം തീയതിയാണ് ഇൻ്റർവ്യൂവിന് പോയത്. അപ്പോൾ അവർ അത് പാസ്സായി. അപ്പോൾ എനിക്ക് മെയ് 4-ാം തീയതി മെയ് 18-ാം തീയതിയാണ് ജോയിനിങ് ഡേറ്റ് പറഞ്ഞത്. ഏതിലും ഈ 2 ദിവസങ്ങളിൽ എനിക്ക് കയറിയാൽ മതി.
അങ്ങനെ മെയ് 4-ാം തീയതി ഞാൻ പോണില്ല എന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എനിക്കിവിടെ പറയാനുണ്ടായിരുന്നു. അതായത് എനിക്ക് നഴ്സിങ്ങിന് റാങ്ക് കിട്ടിയത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ജോലിക്ക് കയറുന്നേക്കാളും മുമ്പ് എനിക്കത് പറയാൻ വരണമായിരുന്നു. അതുകൊണ്ട് ഞാൻ മെയ് 18-ാം തീയതി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മെയ് 4-ാം തീയതി ഞാൻ പോയില്ല. എൻ്റെ ബാക്കിയുള്ള കൂട്ടുകാരെല്ലാവരും പോയി. ബാക്കി കുറച്ച് പേര് പോയില്ല. അവരും ഞാനും കൂടി മെയ് 18-ാം തീയതി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മെയ് 4-ാം തീയതി അവരെല്ലാവരും പോയി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ മെഡിക്കൽ കോളേജിൽ നിന്ന് എനിക്ക് മെയിൽ വന്നു. അതായത് ഞങ്ങളുടെ 18-ാം തീയതി വരുന്നവരുടെ ജോയിനിങ് ഡേറ്റ് നീട്ടി വെച്ചു എന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾക്ക് വിഷമമായി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു വേഗം എനിക്ക് ജോലി തരണമെന്ന്. പക്ഷേ അത് നീണ്ടു പോയി. പക്ഷേ ഇതുവരെയായിട്ടും അവിടെ നിന്ന് മെയിൽ വന്നില്ല. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി അവിടെ പോയി ഒന്നുകൂടി അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞത് ജൂലൈ 15 എന്നാണ് പറഞ്ഞത്. ജൂലൈ 15 ഏകദേശം ഒരു ഡേറ്റ് പറയുന്നത്. അപ്പോൾ അത്രയും നീണ്ടുപോയ സ്ഥിതിക്ക് എൻ്റെ അമ്മ പറഞ്ഞു, നിനക്ക് ഈ സെൻറ്റ് ജോൺസ് എന്തായാലും നീണ്ടു പോവാണ്. ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ വേറെ ബ്രാഞ്ച് കിട്ടി, രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ നീണ്ടു പോവാണ്. നീ ആദ്യത്തെ ജോയിനിങ് ഡേറ്റ് കിട്ടിയിട്ട് നീ പോകാഞ്ഞതും സാക്ഷ്യം പറയാനുള്ളതും കൊണ്ടാണ്. അപ്പോൾ അത് മാതാവ് നിനക്ക് എന്തായാലും ഒരുക്കി തരും. മാതാവ് ചിലപ്പോൾ വിചാരിച്ചത് നീ നാട്ടിൽ നിൽക്കണം എന്നായിരിക്കും. അപ്പോൾ ഞാൻ രാജഗിരിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് രാജഗിരിയിൽ അപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് സെൻറ്റ് ജോൺസ് എൻ്റെ കയ്യിൽ നിന്ന് നീങ്ങി പോവാണ്. ആദ്യത്തെ പ്രാവശ്യം കിട്ടിയില്ല, രണ്ടാമത്തെ പ്രാവശ്യം നീണ്ട് അവർ ജോയിനിങ് ഡേറ്റ് നീട്ടി വയ്ക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ ഇവിടെ വന്നു. അത് കഴിഞ്ഞ് എനിക്ക് അവിടെ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു നിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ഇൻ്റർവ്യൂവിന് വന്നവരെല്ലാവരും നീല കളർ ഡ്രസ്സാണ് ഇട്ടത്. അപ്പോൾ എനിക്ക് വളരെ ആശ്വാസമായി. പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂ ലഭിച്ചില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ അവരെ ഒന്നുകൂടി വിളിക്കുകയും എനിക്ക് അവിടെ രാജഗിരിയിൽ എനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. അപ്പോൾ രാജഗിരിയിൽ കിട്ടിയത് അമ്മയ്ക്ക് വളരെ സന്തോഷമായി. കാരണം ഞാൻ നാട്ടിലുള്ളത് എൻ്റെ അപ്പനും കൂടി ഒരു കൂട്ടായിരിക്കും. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോകാൻ അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വളരെ സന്തോഷമായി. അപ്പോൾ എൻ്റെ അമ്മയുടെയും എൻ്റെയും കാര്യം രണ്ടും ഒരുമിച്ചാണ് മാതാവ് തന്നത്. ഇത് മാതാവ് തന്നാണ് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഞാനും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴായാലും ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ടിട്ടാണ് അവിടെ ഇൻ്റർവ്യൂവിന് കയറിയിട്ടുള്ളത്. മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പിന്നെ കൊന്ത കഴുത്തിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ എപ്പോഴും പോയിട്ടുള്ളത്, ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ടുള്ളത്. പിന്നെ ഞാൻ സ്ഥിരമായി കുർബാനയ്ക്ക് പോകാറുണ്ടായിരുന്നു. പിന്നെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ അനുദിന പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളും. അത് സ്റ്റാറ്റസ് ഇടും. ഉടമ്പടി ധ്യാനം കൂടുകയും അത് സ്റ്റാറ്റസ് ഇടുകയും ചെയ്യും. പത്രം എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തിരുന്നത് എല്ലാ റോഡിലിരിക്കുന്നവർക്കും ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യാറുണ്ട്. ഇത് ഈശോയും മാതാവും ഞങ്ങൾക്ക് തന്ന വളരെ അനുഗ്രഹമാണ്. അപ്പം ഞാൻ ജൂലൈ 9-ാം തീയതി എനിക്ക് ജോലിക്ക് കയറാനും അമ്മയ്ക്ക് ജൂലൈ 6-ാം തീയതി പുറത്തു പോകാനും സാധിക്കും. അപ്പോൾ മാതാവ് തന്ന അനുഗ്രഹമാണ്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. അതുപോലെ തന്നെ ഞങ്ങൾ വചനം എഴുതിയിരുന്നു. അപ്പോൾ വചനം എഴുതുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ ഒരു ബുക്ക് എടുത്താണ് ഞങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ബുക്ക് തീരുന്നേക്കാളും മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരണം എന്ന് ഞാൻ മാതാവിനോട് ഈശോയോടും പറഞ്ഞിരുന്നു. ആ ബുക്ക് തീരുന്നേക്കാളും മുമ്പ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം മാതാവ് ഈശോയും ഞങ്ങൾക്ക് സാധിച്ചു തന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മ ഒരു സ്വപ്നവും കണ്ടിരുന്നു. മാതാവ് ഇങ്ങനെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് മാതാവിൻ്റെ നീലക്കാപ്പ വിരിച്ച് നിൽക്കുന്നതും ഔസേപിതാവും മാതാവും ഉണ്ണീശോയും നിൽക്കണ ഒരു സ്വപ്നം അമ്മയ്ക്ക് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലാ അമ്മയുടെ പുറത്ത് പോണ തടസ്സങ്ങളും എല്ലാം മാറി. പിന്നെ അമ്മയ്ക്ക് മുല്ലപ്പൂ സുഗന്ധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും മാതാവിൻ്റെ സാന്നിധ്യത്തിനും ഇപ്പോഴും ഞങ്ങളെ പൊന്നുപോലെ സൂക്ഷിക്കുന്നതിനും മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ? നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഉന്നതശില എൻ്റെ അറിവിലില്ല. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജെയിൻ ജോയ് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെയും അമ്മയുടെയും സാക്ഷ്യം, പരിശുദ്ധ അമ്മയുടെയും ഇടപെടൽ ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു ഈ മകളോടൊപ്പം ആയിരിക്കുക എന്നത്.
അത് വിദേശത്ത് അപ്പനും അമ്മയും വിദേശത്തായിരിക്കുമ്പോൾ നാട്ടിലേക്ക് അപ്പം തിരികെ വരുമ്പോഴും അമ്മയ്ക്ക് നാട്ടിലേക്ക് വരാനുള്ള നിരവധിയായ തടസ്സങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ തടസ്സങ്ങളൊക്കെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെയും നേർച്ച വസ്തുക്കളുടെയൊക്കെ അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ സാധിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. നാട്ടിലേക്ക് വരുവാനും അതുപോലെ തന്നെ ഈ അമ്മയ്ക്ക് തിരിച്ചു പോകാനായിട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെയും പേപ്പർ വർക്കുകളൊക്കെ പല രീതിയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിന് തടസ്സങ്ങളുണ്ടായിരുന്നില്ല. ആ തടസ്സങ്ങളൊക്കെ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടും ഉടമ്പടിയോട് ചേർന്നുകൊണ്ടുള്ള ഉറച്ച വിശ്വാസവും അത് പോകുവാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ അമ്മയുടെ ആഗ്രഹം തന്നെയാണ് ഈ മകൾക്ക് നാട്ടിൽ അപ്പൻ്റെ കൂടെ ആയിരിക്കുവാനും നാട്ടിലെ ജോലികളൊക്കെ തന്നെ. അതുപോലെ തന്നെ ഈ മകളുടെ നേഴ്സിങ് കടന്നു പോകുമ്പോൾ സെയിൻറ്റ് ജോൺസിലാണ് ആഗ്രഹിച്ചെങ്കിലും അത് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുക നാട്ടിൽ തന്നെ രാജഗിരിയിൽ കിട്ടുവാനിടയായത് അമ്മയുടെ പ്രാർത്ഥന തന്നെയാണ്. കാരണം സെയിൻറ്റ് ജോൺസിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കുറേ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോഴും അതൊരു ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു, അത് കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഒരു ശക്തമായ ഇടപെടൽ അത് രാജഗിരിയിൽ ഇൻ്റർവ്യൂ കിട്ടുവാനും അവിടെ ജോലി ലഭിക്കുകയൊക്കെ ഉണ്ടായത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹം ഈ കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. നമുക്കെല്ലാവർക്കും ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് ഇവരെ ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇവരെ മാറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് താരയിലെ സാക്ഷ്യം പറയാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.